എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവിടുന്ന് അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 34 വചനങ്ങളാണുള്ളത്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം പ്രായശ്ചിത്ത ദിനം, ഡേ ഓഫ് അറ്റോൺമെൻറ്റ് എന്ന വിശേഷപ്രധാനമായ ആചാരത്തെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്. ഈ അധ്യായം പൂർണ്ണമായും ഇസ്രായേൽ മക്കളുടെ പാപമോചനത്തിന് വേണ്ടി ദൈവം നിർദ്ദേശിച്ച മാതൃകാപരമായ ഒരു ചടങ്ങാണ്. അതായത് വരുവാനിരിക്കുന്നവനെ പ്രതീകമാക്കിയുള്ളൊരു ചടങ്ങ്. 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ. അഹരോൻ്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. ഈ കൃപാസനത്തിൻ്റെ പ്രസക്തിയും ശക്തിയും പവിത്രതയും എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കൃപാസനം. ഇവിടെ നിങ്ങൾ ചോദിച്ചേക്കാം, എങ്ങനെയാണ് അഹരോൻ്റെ പുത്രന്മാർ മരിച്ചതെന്ന്. ലേവ്യ പുസ്തകം 10-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മളിത് വിശദമായി പഠിച്ചതാണ്. എന്നാലും ചുരുക്കി പറയാം. അഹരോന് 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. സംഖ്യാപുസ്തകം 3:2 നമ്മൾ വായിക്കുന്നു. അഹരോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: 1 ആദ്യജാതൻ നാദാബ്, 2 അബീഹു, 3 എലയാസർ, 4 ഇഥാമാർ. നാദാബും അബീഹുവും അഹരോൻ്റെ മക്കളായിരുന്നെങ്കിലും അവരെ ദൈവം തങ്ങളുടെ അന്യാഗ്നി കൊണ്ടുള്ള പാപം കാരണം ദണ്ഡിച്ചു. അവർ ബാല്യത്തിലേ മരണപ്പെട്ടു. ഇതിനുശേഷം അവരുടെ പുരോഹിത അവകാശം ഇളയ മക്കളായ എലയാസറിനും ഇഥാമാറിനുമായി വഴിമാറുന്നത് നമുക്ക് കാണാവുന്നതാണ്. എന്താണ് അന്യാഗ്നി എന്ന് നോക്കാം. അന്യാഗ്നി എന്നത് ദൈവം കൽപ്പിക്കാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുമതിയില്ലാത്ത തീയാണ് അന്യാഗ്നി. ഇത് ഉപയോഗിച്ച് കർമ്മം നിർവഹിക്കുന്നത് ദൈവകോപത്തിനും ശിക്ഷാവിധിക്കും കാരണമാകും. എത്ര ശുദ്ധിയായിട്ട് വേണം കൃപാസനത്തെ സംരക്ഷിക്കാൻ? ദൈവം പറയുന്നത് നോക്കുക. എന്താണ് ബൈബിൾ പറയുന്ന കൃപാസനം? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 17 മുതൽ 22 വരെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അടിപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായി ഇരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെയിരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വെക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ഇതാണ് കൃപാസനം. കൃപാസനം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയും ന്യായവിധിയും ഒരുമിക്കുന്ന സ്ഥലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊരു തമാശയല്ല എന്ന് മനസ്സിലാക്കുക. കൃപാസനം എന്നത് ദൈവത്തിൻ്റെ ന്യായവും മനുഷ്യൻ്റെ പാപമോചനവും തമ്മിലുള്ള സംഗമ സ്ഥലമായി പ്രവർത്തിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു: അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. റോമർക്കെഴുതിയ ലേഖനം 3:24 മുതൽ 26 വരെയാണ് ഞാൻ വായിച്ചത്. ഇന്ന് കേരളത്തിലൊരു കൃപാസന മാതാവുണ്ട്. വിശുദ്ധ ബൈബിൾ അങ്ങനെയൊരു മാതാവിനെക്കുറിച്ച് പറയുന്നില്ല. ദൈവം അതിനെക്കുറിച്ച് അറിവുള്ളവനുമല്ല. കൃപാസന മാതാവ് എന്ന് പറഞ്ഞ് നടത്തുന്ന ആ സാത്താന്യ കൂട്ടായ്മ കർത്താവിനും ദൈവത്തിനും എതിരെയുള്ള സാത്താൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുകയോ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് ക്രിസ്തീയ വിശ്വാസികൾ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയെങ്കിൽ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ താങ്കൾ കാണുന്നില്ലേ? അതെ, ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നാൽ അവിടെ പോയി സൗഖ്യം പ്രാപിച്ചു വന്നു എന്ന് പറഞ്ഞ അനേകരെ ഞാൻ കണ്ടു. അവർ സാക്ഷ്യം പറഞ്ഞവരാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഒരു വ്യക്തിയെ സ്പർശിച്ചാൽ ആ വ്യക്തി പരിപൂർണമായി സൗഖ്യം പ്രാപിക്കും. അതൊരു രോഗത്തിൽ നിന്നല്ല. ആ വ്യക്തി അനുഭവിക്കുന്ന ശാരീരിക മാനസിക തലങ്ങളെല്ലാം ദൈവം സൗഖ്യമാക്കും.
അതേസമയം പലരും പറഞ്ഞത് അവിടെ പോയി വന്ന ശേഷം രോഗത്തിന് അല്പം കുറവുണ്ടെന്നാണ്. ഇനി എൻ്റെ ചോദ്യം, പൂർണ്ണനായ ഒരു ദൈവം ഒരു മുറിവൈദ്യനാവുമോ? രോഗം പൂർണ്ണമായി സൗഖ്യപ്പെടുത്താൻ കഴിയാത്തവനാണോ ദൈവം? അല്ല. എങ്കിൽ ഈ പകുതി സൗഖ്യം മാത്രം നൽകിയതാരാണ്? അതെ, അതാണ് സാത്താൻ. അവിടെ രോഗസൗഖ്യമല്ല ഉണ്ടായത്, മറിച്ച് അവരുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി സാത്താൻ അവരിൽ ഒരു തോന്നൽ ഉളവാക്കുകയാണ് ഉണ്ടായത്. അതിലൂടെ അവർ സാത്താന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആ സത്യം മനസ്സിലായോ? എങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ കൃപാസന നടത്തിപ്പുകാരൻ മരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിൻ്റെ മറുപടി വ്യക്തമാണ്. ക്രിസ്തു ദുഷ്ടന്മാർക്ക് വേണ്ടി കൂടിയാണ് കുരിശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും. അവസാന സമയം വരെ കർത്താവ് അവർക്ക് വേണ്ടി കൂടി മാധ്യസ്ഥത വഹിക്കുന്നു എന്നതിനാൽ അവരും കാലപൂർണ്ണതയ്ക്കായി കാത്തിരിക്കേണ്ടതുണ്ട്. ക്രിസ്തു വന്നതിന് മുമ്പായിരുന്നു എങ്കിൽ തൻ്റെ കോപത്താൽ ദൈവം അവരെ നശിപ്പിക്കുമായിരുന്നു. അഹരോൻ പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടുന്നത് പ്രത്യേക ദിവസത്തിൽ മാത്രമാണ്, അതായത് പ്രായശ്ചിത്ത ദിനത്തിൽ. അവൻ കാളയെ തൻ്റെ പാപയാഗമായി അർപ്പിക്കും. ഒരു ആട്ടിനെ ജനങ്ങളുടെ പാപയാഗമായി അർപ്പിക്കും. മറ്റൊരു ആട്ടിനെ അസസേൽ, എന്നാൽ മരുഭൂമിയിലേക്ക് വിടുന്ന ആട്, സ്കേപ്പ് കോട്ട് ആക്കി അയക്കും. അഹരോൻ തൻ്റെ പാപയാഗത്തിൻ്റെ രക്തമെടുത്ത് തിരുനിവാസത്തിലെ കൃപാസനത്തിന്മേൽ തളിക്കും. അതുപോലെ ജനങ്ങളുടെ പാപയാഗത്തിൻ്റെ രക്തവും തളിച്ച് പരിശുദ്ധ സ്ഥാനത്തെ ശുദ്ധീകരിക്കും. ഈ ദിവസത്തിൽ ആരും മന്ദിരത്തിൽ പ്രവേശിക്കരുത്. യഹോവയ്ക്കുള്ള ആട് ബലി അർപ്പിക്കപ്പെടും. ആടിൻ്റെ മേൽ അഹരോൻ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ സമ്മതിച്ച് കൈവെക്കും. പിന്നെ ആ ആടിനെ മരുഭൂമിയിലേക്ക് വിടും. ഇതിലൂടെ പാപങ്ങൾ ജനങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്നു. ശേഷമുള്ള ചടങ്ങുകൾ കഴിഞ്ഞ് അഹരോൻ തൻ്റെ വസ്ത്രം മാറ്റി കഴുകി വൃത്തിയാകും. പാപയാഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ പാളയത്തിന് പുറത്ത് കത്തിക്കും. ഈ പ്രായശ്ചിത്ത ദിനം എല്ലാ വർഷവും ഒരു ദിനം പാലിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. 7-ാം മാസം 10-ാം തീയതി. ഈ ദിവസം ഇസ്രായേലിയർ ഉപവസിക്കുകയും ഇതിലൂടെ യഹോവ അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യും. പഴയ നിയമകാലത്ത് ഉപയോഗിച്ചിരുന്നൊരു പ്രതീകമായിരുന്നു ഈ രീതി. എന്നാൽ യേശു നമുക്കായി അത്താഴം സമർപ്പിക്കുകയും സ്വന്തം രക്തം നമുക്കായി ചിന്തപ്പെടുകയുമാണ് ഉണ്ടായത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളുടെ പാപങ്ങൾ നീക്കപ്പെട്ടതും അങ്ങനെ തന്നെ ക്രിസ്തുവിൻ്റെ ഈ രക്തത്താലാണ്. വിശ്വാസികളിൽ നിന്ന് പാപത്തെ മാറ്റാനുള്ള ഈ പാപയാഗം പോലെ യേശുവിൻ്റെ ക്രൂശിലെ മരണവും ക്രിസ്തീയ വിശ്വാസികൾക്ക് അനുഗ്രഹമായി തീർന്നു എന്നതാണ് സത്യം. 21 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെ ഒക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ടു പോകണം. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടണം. പാപങ്ങൾ കൈമാറുന്നത് നോക്കുക. കോലാട്ടുകൊറ്റൻ സത്യത്തിൽ പ്രതീകമായാണ് ഉപയോഗിക്കുന്നത്. പുരോഹിതൻ എല്ലാവിധ പാപങ്ങളും കോലാട്ടുകൊറ്റൻ്റെ മേൽ അർപ്പിച്ച് അതിനെ ഒരു ശൂന്യ പ്രദേശത്തേക്ക് അയക്കുന്നു. ഇതിനെയാണ് അസസേൽ എന്ന് വിളിക്കുന്നത്. ഇത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ദുഃഖം, പാപപരിഹാര ബലി എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള സകല വിശ്വാസികളുടെയും പാപം ക്രിസ്തുവിൽ മറയ്ക്കപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്നു. കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടുന്നതിലൂടെ തങ്ങളുടെ പാപങ്ങളുടെ അകൽച്ചയെ കാണിക്കുന്നു. കോലാട്ടുകൊറ്റൻ മരുഭൂമിയിൽ അലഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപങ്ങളെ ചുമലിലേറ്റി തെരുവിൽ അലഞ്ഞു. കാൽവരി കുന്നിന്മേൽ നമുക്കായി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്കായി ബലിയർപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ അധ്യായം ക്രിസ്തീയ വിശ്വാസികളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ലേവ്യ പുസ്തകത്തിൻ്റെ സാരവും ക്രിസ്തീയ വിശ്വാസികളുടെ സന്ദർഭവും. ലേവ്യ പുസ്തകം മതപരമായ ശുദ്ധി, പാപയാഗങ്ങൾ, വിശുദ്ധ ആലയത്തിലെ ആരാധനാ സമ്മേളനങ്ങൾ, അനുശാസനങ്ങൾ, വിശ്വാസികളുടെ വ്യക്തിപരമായ ശുദ്ധി എന്നിവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയമങ്ങളെ ഉൾക്കൊള്ളുന്നൊരു ഗ്രന്ഥമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ നിയമങ്ങൾ പലപ്പോഴും പ്രതീകമായ നിലയിലാണ് കാണപ്പെടുന്നത്. പാപം, അറ്റോൺമെൻറ്റ്, ഇത് ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹവും മരണവും പുനരുദ്ധാനവും ക്രിസ്തീയ വിശ്വാസികളുടെ പാപങ്ങളെ തീർക്കുന്നതിനും ദൈവത്തോടുള്ള ബന്ധം പുതുക്കുന്നതിനും വിശ്വാസികളെ ദൈവത്തോട് നിരപ്പാക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം ക്രിസ്തീയ വിശ്വാസികളെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. മൃഗബലി പഴയ കാലത്ത് തന്നെ ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ നിർത്തലാക്കിയിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനമായ യേശു ഭൂമിയിൽ വരുമ്പോൾ
അവനെ സകല പാപങ്ങൾക്ക് യാഗമാക്കാനായിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്രായേലും മൃഗബലി ചെയ്യാതെ ക്രിസ്തുവിനായി കാത്തിരിക്കുന്നു എന്നതാണ് സത്യം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.